ഈ ബംഗാളി എവിടെ പോയി കിടക്കണമെന്തോ? ഓയ് ഹലോ ബായ്. എന്താ സാറേ? നിന്നോട് പറമ്പ് നോക്കാൻ പറഞ്ഞാ ഒളിച്ചു കളിക്കാൻ പറഞ്ഞാടാ? സാറേ ഇത്രയും നേരം ജോലി ചെയ്തിട്ട് തന്നെ സാറേ നിന്നത് എന്തെന്നറിയില്ല. രാവിലെ തൊട്ട് വയറ്റിൽ തീരെ സുഖമില്ല, തൂത്തലോട് തൂത്തൽ. ഏയ് എന്തിന്റെ ഈ ചൂട് സമയത്ത് ഉരുളക്കിഴങ്ങ് അതും ഇതൊക്കെ വാരി കയറ്റണം? എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലടേ ഈ തമിഴ്നാട് സാധനം ഒന്നും വാങ്ങിച്ച് കുടിക്കരുതെന്ന്. എന്തുവാണേ? ഞാൻ സാരായം ഒന്നും കുടിക്കില്ല സാറേ. നമ്മുടെ ഇഷ്ട ഭക്ഷണമല്ലേ ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും. സാറേ ജോലി ചെയ്തിട്ട് കാശ് ഇതുവരെ തന്നില്ലല്ലോ സാറേ, നാട്ടിൽ പോയി തയ്ക്കാൻ വേണ്ടിട്ട്. ഏയ് ശമ്പളമൊക്കെ ഞാൻ തരും, നമുക്കൊരു സ്ഥലം വരെ പോകണം. പിന്നെ നീ എപ്പോഴും എന്നെ ഇങ്ങനെ സാറേ സാറേ എന്ന് വിളിക്കരുത്. നീ മുതലാളി എന്ന് എന്നെ വിളിക്കും. സാറ് പറയും പോലെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചാൽ ചിലപ്പോ മുല്ലും പുല്ലി എന്നെ ആയിപ്പോവും. നീ ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ ജി ജി എന്ന് വിളിച്ചാൽ മതി. ആവോ ജി, ഇനി ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോളാം ജി. ഒരു കാര്യം ചെയ്യണം, ഈ കൊട എന്റെ പുറകിൽ നിന്ന് നൂത്തു പിടിക്കണം. അതായത് മെളിഞ്ഞ് നെഞ്ചും വിരിഞ്ഞ് നിൽക്കണം. പക്ഷെ അവന്മാര് വിചാരിക്കണം നീ ഒരു ഗുണ്ടയാണെന്ന്. എന്നിട്ട് വേണം എനിക്ക് അവന്മാരുടെ അടുത്ത് ഒന്ന് മീശയും വിരിച്ച് ഒന്ന് മെളിഞ്ഞ് നിൽക്കാൻ. അവന്മാരെന്നെ തല്ലി കൊല്ലുമോ ജി? അവര് നിന്നെ തൊടണമെങ്കിലേ എന്റെ രോമത്തിൽ തൊട്ടതിന് ശേഷം എന്നെ തൊടൂ. ശശിയണ്ണല്ലേ ബംഗാളിയായിട്ട് ഇത് ഇവിടെ പോണത്? നീ എന്തിനാ പേടിക്കണത്? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 100. എന്ത് പറ്റി ജി? ഡേയ് അവനെ കണ്ടാ ശരിയാവൂല, അവൻ ഒരു ശകുനമാണടേ. അവനെ ഞാൻ തൂക്കിയെടുത്ത് അടിക്കട്ടാ ജി. ഏയ് അവൻ നല്ല ആരോഗ്യമുള്ളവാടാ. ശശിയണ്ണ നിങ്ങൾ എന്നെ കണ്ടപ്പോ എന്തിനാ പമ്മിയത്? എന്നെ കണ്ട് ഞാൻ പേടിച്ചൊന്നും അല്ല. പിന്നെ എനിക്ക് നടുവിന് ഒരു കൊടുത്തല്ല, അതുകൊണ്ട് അവന്റെ തോളിലൊന്ന് പിടിച്ച. നിങ്ങൾ ഏതോടെ പോണത്? ഡേയ് ഇന്ന് ക്ഷേത്രത്തിൽ കമ്മിറ്റിയല്ലടാ, ഞാൻ അവിടുത്തെ ട്രഷറായിരുന്നു. യുവമാരെന്നെ ഒരു വാക്ക് അറിയിച്ചില്ലെന്ന്. ഞാൻ അതുവരെ പോയിട്ട് എന്തരാണോ നോക്കട്ടെ. കമ്മിറ്റിക്ക് പോകണം നിങ്ങൾ ഈ ബംഗാളിയെ കൊണ്ടുപോണത്? എന്നെ ബംഗാളിന്ന് വിളിക്കാതെ ചേട്ടാ, അടുത്ത പ്രാവശ്യം ഇലക്ഷന് ഞാനും മത്സരിക്കും ഉരുളക്കിഴങ്ങ് ചിഹ്നത്തിൽ. ഇന്നാളെ ഞാൻ പറഞ്ഞു ഈ ബംഗാളികളിൽ നിന്ന് നിങ്ങളെ റബ്ബർ എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കും. കണ്ടാ അവൻ ഉരുളക്കിഴങ്ങ് ചിഹ്നത്തിൽ മത്സരിക്കുന്നതായി. ശരി നിങ്ങളെ കമ്മിറ്റിക്ക് പോയിട്ട് ഓൾ ദി ബെസ്റ്റ്. വേണ്ടി മറ്റേ നാശിച്ചു പോവാൻ 500 രൂപ അവനെ പിടിച്ച് ഇടിച്ച് റെഡിയാക്കണം അവനെ. എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചു കേട്ടോ. അയാൾ നിനക്ക് എത്ര തരാന്ന് പറഞ്ഞേ? 500 രൂപ. ഞാൻ നിനക്ക് 1000 രൂപ വരും. ഞാൻ പറയുമ്പോൾ നീ കേൾക്കൂ. ശരി ചേട്ടാ, ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. എനിക്ക് പൈസയാണ് ചേട്ടാ ആവശ്യം. ശരി ചേട്ടാ, ഓക്കെ ഓക്കെ ചേട്ടാ. എടാ ശശി, നിനക്ക് എന്നെ കാണുമ്പോഴും നാട്ടുകാരത്തൊക്കെ എന്തരേ എന്നെ കുറിച്ച് മോശമായിട്ടല്ലടാ, എനിക്കൊരു നരമ്പ് കീറി കിടക്കണം. അതുകൊണ്ട് എന്നടാ നീ പോ. ഇന്ന് ബംഗാളിയെ നിനക്ക് ശരിയാക്കി തരും. അവൻ എന്റെ അടുത്താണ് അവന്റെ കളി. ബായ് അവരെ കിട്ടിയാ? കിട്ടി, ഇടിച്ച് റെഡിയാക്കി ജി. പൈസക്ക് ഇത്തിരി ആവശ്യമായി പോയി ജി, എന്നോട് ക്ഷമിക്കണം. ഡേയ് നീ എന്തെന്നാ ഇങ്ങനെ കുടി ചോദിക്കുന്നത്? ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കൂടാ. പൈസയൊക്കെ ഞാൻ തരാം. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ?